മഴതൊരു മുമ്പിലെ നാളത്തെ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ബാലേന്ദ്രൻ വീട്ടിൽ വന്ന് അങ്ങോട്ട് കയറുന്നതിന് മുമ്പേ നമ്മൾ വൈജയന്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ചോദിക്കുന്നുണ്ട് ഇത് എവിടെ പോയി കിടന്നെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ബാലേന്ദ്രൻ വിട്ടു കൊടുക്കുന്നില്ല. ബാലേന്ദ്രനും വൈജയന്തി അടുത്ത് ചോദിക്കുന്നുണ്ട് നീ ഇത്രയും നാൾ ആരോടെ എവിടെ പോയി കിടന്നതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ വൈജയന്തിക്കാണെങ്കിൽ ദേഷ്യം വരെയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ചോദിക്കുന്നുണ്ട് എന്താ ബാലേന്ദ്രൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് എൻ്റെ മനസ്സിലല്ലേ കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, എൻ്റെ മനസ്സിൽ കള്ളത്തരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ കൃഷ്ണമോളാണെങ്കിൽ പറയുന്നുണ്ട് ഇപ്പം മക്കളെയും ഭർത്താവിനെയും എല്ലാം വിട്ടിട്ട് പോയത് അമ്മയല്ലായിരുന്നു. അപ്പം ആ ഒരു സ്ഥാനത്ത് ഇപ്പം അച്ഛൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അമ്മയെ തിരിച്ച് വീട്ടിൽ പോലും കയറ്റത്തില്ലായിരുന്നൊക്കെ നമ്മളെ കൃഷ്ണമോളും പറയുന്നുണ്ട് കേട്ടോ നമ്മളെ വൈജയന്തിക്ക്. ഇപ്പം വൈജയന്തിക്ക് ഇപ്പം 8ൻ്റെയും 16ൻ്റെയും കൂടെ പണി ഇപ്പോൾ ഒരുമിച്ച് ഇപ്പം നമ്മൾ ബാലേന്ദ്രൻ്റെ മക്കളും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ അലീനയാണെങ്കിൽ രേവതിക്കുട്ടിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ, എല്ലാ സത്യങ്ങളും പറയുന്നുണ്ട്. ഞാനാണെങ്കിൽ വൈജയന്തിയുടെയും സ്റ്റാലിൻ ജോസഫിൻ്റെയും മകളാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന സമയത്ത് നമ്മൾ രേവതിക്കുട്ടി ഒന്ന് ഷോക്കാവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ സ്റ്റാലിൻ്റെ കാര്യം കേൾക്കുമ്പോഴത്തേക്ക്. അങ്ങനെ പിന്നെ നമ്മൾ അലീന പറയുന്നുണ്ട് അതുകൊണ്ട് അച്ഛൻ എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് അലീന ചേച്ചി ഇനിയിപ്പം അവർ വൈഫും ഒക്കെ വരുമ്പോഴത്തേക്കിന് എന്തുമായിരിക്കും അവസ്ഥ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അലീന പറയുന്നുണ്ട് എന്തായാലും ഞാൻ എന്തും സഹിക്കാൻ വേണ്ടി ഞാൻ തയ്യാറാണെന്നൊക്കെ നമ്മൾ അലീനയും പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ സ്റ്റാലിൻ്റെ അവിടുത്തെ ഡ്രൈവറാണെങ്കിൽ അലീന ഇപ്പോൾ സ്റ്റാലിൻ്റെ മോളല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എന്തായാലും അവതക്കുട്ടി അച്ഛനെ വിളിച്ചിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡ്രൈവറെ വിളിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇത് ഒരു പെൺകുട്ടി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്, സാറിൻ്റെ മോളാണെന്നാണ് പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് ഉടനെ നമ്മൾ അവതക്കുട്ടി അച്ഛനാണെങ്കിൽ നേരെ സ്റ്റാലിൻ്റെ വീട്ടിൽ വരുന്നുണ്ട്. വരുന്ന സമയത്ത് നമ്മൾ അലീന ഇങ്ങനെ കൂളായിട്ടൊക്കെ നമ്മൾ അലീന നടന്നു വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്താണെങ്കിൽ നമ്മൾ അവതക്കുട്ടി അച്ഛനാണെങ്കിൽ ആകെ ദേഷ്യം വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പ്രൊമോ റിവ്യൂ ആയിട്ടൊക്കെ കാണിച്ചിരിക്കുന്നത്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.